പരമ്പരാഗതമായി UDFന് വലിയ മുൻതൂക്കം ലഭിച്ചിരുന്നൊരു മണ്ഡലമാണ് നിലമ്പൂർ. 1967 CPM സ്ഥാനാർത്ഥിയായിരുന്ന കുഞ്ഞാലി ജയിച്ചത് ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ 2016-ലെയും 2021-ലെയും ഇലക്ഷനിൽ അൻവർ വിജയിച്ചതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 1970 മുതൽ 2011 വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ആണ് വൻ വിജയം നേടിയെടുത്തത്. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഒരു വശത്ത് ലീഗിനെ പ്രീണിപ്പിക്കാതെ അവരുടെ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിനകത്തുള്ളൊരു മതേതരത്വ ആശയത്തെ മുന്നോട്ട് കൊണ്ടുവന്നുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ആര്യാടൻ മുഹമ്മദ് നടത്തിയത്. അതിന് അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തുടർച്ചയായി ജയിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് ഉണ്ടായ തിരഞ്ഞെടുപ്പുകളിൽ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നില്ല. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് 5-6 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന പുതിയ പൊളിറ്റിക്കൽ ഓപ്പറേഷനിൽ LDF നേടിയ മുൻകൈയാണ്. അതിനുവേണ്ടി നടത്തിയ പല പരീക്ഷണങ്ങളിൽ ഒരു മേഖല നിലമ്പൂർ തന്നെയായിരുന്നു.